ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നതോടെ ആകെ നാണം കെട്ടി നിൽക്കുകയാണ് പിണറായി വിജയൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു. പിന്നാലെ ഇതാ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയായതോടെ മുഖ്യന്റെ മുന്നിൽ ഇനി മറ്റു വഴികൾ ഇല്ല എന്നതാണ് വാസ്തവം. വെറും 4 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. ഇതിനിടയിൽ ചില നിർണായക തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ രാജിവെച്ച് മുഖം മിനുക്കാനാണ് പിണറായി വിജയൻ ഇപ്പോൾ നീക്കം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിന് കാരണമായി ഒന്ന് മാത്രമാണ് പറയാനുള്ളത്. പാർട്ടിക്കുള്ളിൽ പോലും മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം ചോദ്യപ്പെട്ടു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, LDFന്റെയും അണികൾക്ക് പോലും വെറുക്കപ്പെട്ടവനായി മുഖ്യമന്ത്രി മാറിക്കഴിഞ്ഞു. CPM ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനുമെതിരെയുള്ള ഭരണമാണെന്നും അണികൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ മാറ്റി പരീക്ഷിക്കുന്നതോടെ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും അതുവഴി BJP സഹായത്തോടെ കേരളത്തിൽ അധികാരത്തിൽ വരാം എന്നുമാണ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT കോടതികളിൽ നിന്ന് തന്നെ ഇരട്ട പ്രഹരം ഏറ്റുവാങ്ങേണ്ടി വന്ന ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. അന്വേഷണത്തിലെ വീഴ്ചകളും പക്ഷപാതിത്വവും ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയപ്പോൾ SITയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് കൊല്ലം വിജിലൻസ് കോടതി വഴി തുറന്നത്. ED വരുന്നതോടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി VN വാസവനും കേസിൽ കുടുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ED വരുന്നു എന്ന ഉത്തരവുകൾ സംസ്ഥാന സർക്കാരിന്റെ നെഞ്ചിടിപ്പേറ്റുന്നതാണ്. വൻ തിരിച്ചടിയുമായാണ് ഇതുവഴി വരും ദിവസങ്ങളിൽ CPMനെ കാത്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ രാഷ്ട്രീയ കോളിളക്കങ്ങളും സൃഷ്ടിക്കും എന്നുറപ്പാണ്. ED കേരളത്തിൽ വന്ന് മന്ത്രി ഓഫീസുകൾ കയറിയിറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയിലേക്ക് അത് വഴിമാറുമെന്ന് ഉറപ്പാണ്. CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഇതിലുള്ള ആശങ്ക രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒറ്റ വഴിയെ CPMന് മുന്നിലുള്ളൂ. അതാണ് മുഖ്യമന്ത്രിയുടെ രാജിയിൽ എത്തി നിൽക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോലീസ് സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ തന്നെ പഴുതുകളില്ലാത്ത നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും മറുപടി പറയേണ്ടത് കോടതിയോട് മാത്രമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അന്വേഷണം ഇഴയുന്നുവെന്നും ചിലരെയൊക്കെ രക്ഷിച്ചെടുക്കാൻ ശ്രമമുണ്ടെന്നും ഉത്തരവിലൂടെ തന്നെ സൂചിപ്പിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്യുകയും തുല്യ ഉത്തരവാദിത്വമുള്ള ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസ്, P വിജയകുമാർ എന്നിവരുടെ അറസ്റ്റ് ഒഴിവാക്കുകയും ചെയ്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. മാത്രമല്ല, ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടവർ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് ഇതിനേക്കാളും വലിയ തോക്കുകൾ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നുകൂടി കോടതി SITയോട് പറയുമ്പോൾ ഈ വാക്കുകൾ ആരിലേക്കാണ് നീങ്ങുന്നത് എന്ന് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്.